മൈസൂർ പാലസ് കാണാത്ത ആരെങ്കിലും ഉണ്ടാവോ? ഞാനും പോയി അങ്ങനെ മൈസൂർ പാലസ് കാണാൻ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് മൈസൂർ പാലസ് എന്ന്. പക്ഷെ അല്ല കേട്ടോ. 20 വർഷം ഞാൻ വളർന്ന സ്ഥലമാണ് മൈസൂർ. എൻ്റെ വീടിൽ നിന്ന് മൈസൂർ പാലസിലേക്ക് 2 കിലോമീറ്റർ പോലും തികച്ചില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് എൻ്റെ അച്ഛൻ എന്നും എന്നെ കൊണ്ടുപോകുന്നൊരു സ്ഥലമാണ് മൈസൂർ പാലസ്. പക്ഷേ ഈ പ്രാവശ്യത്തെ പോക്കിന് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഫീലിങ്ങും കൂടി ഉണ്ട് കേട്ടോ. 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ മൈസൂർ പാലസ് വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ 8 വർഷം എങ്ങോട്ട് പോയിന്ന്. മൈസൂരിൽ നിന്ന് ഒക്കെ ഒഴിവാക്കി നമ്മൾ നേരെ നാട്ടിൽ വന്ന് സെറ്റിൽഡായി. അപ്പോൾ അതിനുശേഷം മൈസൂരേക്ക് പോയതേ ഇല്ല. പിന്നെ 8 വർഷങ്ങൾക്ക് ശേഷം മൈസൂർ കയറി ചെന്നപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ തറവാട് വീട്ടിലേക്ക് കയറി ചെന്നൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. നമ്മൾ പോയ അന്ന് തന്നെ ആദ്യം പോയ സ്ഥലവും മൈസൂർ പാലസാണ്. അച്ഛൻ എന്നും മൈസൂർ പാലസിൽ കൊണ്ടുപോകുമ്പോൾ എനിക്കെന്നും പരാതിയായിരുന്നു, അച്ഛന് വേറെ എവിടെയും കൊണ്ടുപോകാൻ നേരമില്ലേന്ന്. പക്ഷേങ്കിൽ ഒരുപാട് വർഷം കഴിയേണ്ടി വന്നു അച്ഛൻ എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ കൊണ്ടുപോകാത്തതെന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട്. ഒന്നാമത് അച്ഛന് നേരമില്ല. അച്ഛൻ്റെ പണീൻ്റെ ഇതുകൊണ്ട് അച്ഛന് ഒട്ടും നേരമില്ല കൊണ്ടുപോകാനും സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാനായിട്ട്. അന്ന് ആ ചെറുപ്പത്തിൽ അതൊക്കെ വലിയൊരു വേദനയായിരുന്നു. പക്ഷേങ്കിൽ കുറച്ചൊന്ന് വലുതായപ്പോൾ നമുക്ക് മനസ്സിലായി അച്ഛന് നമ്മളെ കൊണ്ടുപോകാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അച്ഛൻ്റെ പണിത്തിരക്ക് കാരണം അച്ഛൻ നമുക്ക് എങ്ങോട്ടും കൊണ്ടുപോകാനോ ഒന്നിനും പറ്റണില്ല എന്നുള്ളത്. അന്നതൊരു പരാതിയായിരുന്നെങ്കിൽ പോലും ഇന്ന് അച്ഛൻ്റെ മനസ്സും ഒക്കെ എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതങ്ങനെയാണ്, നമുക്ക് ഒരുപാട് സമയമെടുക്കും ചില ആൾക്കാരുടെ മനസ്സൊക്കെ ഒന്ന് വായിച്ചു തരാൻ. അപ്പോഴേക്കിനെ ഒരുപാട് വൈകിട്ടുണ്ടെങ്കിൽ പോലും നമ്മളൊന്ന് അവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ തീരുമോ പകുതി പ്രശ്നങ്ങളൊക്കെ. ചെറുപ്പത്തിൽ ഞാൻ ഒത്തിരി വഴക്കുണ്ടാക്കുമായിരുന്നു, അച്ഛൻ എവിടെയും കൊണ്ടുപോയില്ല, കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആകെ കൊണ്ടുപോകും മൈസൂർ പാലസിലേക്കും സൂവിലേക്കും ആണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇന്ന് നമുക്ക് സ്വന്തമായിട്ട് വർക്കൊക്കെ കിട്ടി, നമ്മളൊന്ന് സെറ്റിൽഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് അച്ഛൻ അന്ന് അനുഭവിച്ചതിൻ്റെ ബുദ്ധിമുട്ടും വിഷമമൊക്കെ നമുക്കിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരു പ്രോപ്പറായിട്ടുള്ള ലീവും കിട്ടില്ല, എവിടെയൊന്ന് പോകാനും പറ്റാത്ത ഒരവസ്ഥ. ഇന്ന് അതുകൊണ്ട് ആരോടും ഒരു പരാതിയും പരിഭവവും ഒന്നും എനിക്കില്ല കേട്ടോ. ഉള്ളതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. പോകാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പോവും, ഇല്ലെങ്കിൽ പോവില്ല. അപ്പോൾ ഓക്കെ, പിന്നെ കാണാം. ബായ്.